ഇപ്പോൾ ഒരു ജോലിക്ക് കയറിയ ആളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ജോലി കിട്ടി, എല്ലാ മാസവും ഞാനൊരു ഫിക്സ്ഡ് എമൗണ്ട് സേവിങ്സിലേക്ക് മാറ്റി വെക്കാൻ തീരുമാനിച്ചു, ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. 10,000 രൂപ വെച്ചാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതാണ്. ഒരു വലിയ വിഭാഗം നമ്മൾ കേൾക്കുന്ന കഥ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പൈസ മാറ്റി വെച്ച് ഒരു 15 വർഷം കഴിഞ്ഞ് വലിയൊരു തുകയായി വരുന്നു, എൻ്റെ കയ്യിലേക്ക് വരുന്നു എന്നൊരു ചിന്തയാണ് മിക്കവർക്കും ഉള്ളത്. എന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റിക്വയർമെൻറ്റ്സ് വരും. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് കുട്ടികളൊക്കെ ഉള്ള ഒരു കുടുംബമാണെങ്കിൽ അവർക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടോ കല്യാണമായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള റിക്വയർമെൻറ്റ്സ് വന്നിരിക്കാം. ഒരു യങ് കപ്പിൾ ആണ്, അവർ ജീവിതം ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, അവർക്ക് യാത്ര ചെയ്യാനോ അവരുടെ ജീവിതം എങ്ങനെയാണോ അവർ പ്ലാൻ ചെയ്യുന്നത് അതനുസരിച്ചുള്ള റിക്വയർമെൻറ്റ്സിന് ഫ്യൂച്ചറിൽ ഫണ്ട്സ് വേണ്ടതായിട്ട് വരും. ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ റിക്വയർമെൻറ്റ്സിന് ആവശ്യമുള്ള സമയത്ത് പൈസ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്, അല്ലേ? നമ്മൾ ഇനി നെക്സ്റ്റ് ചിന്തിക്കേണ്ടത് നമ്മൾ എങ്ങോട്ടൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണല്ലോ ഒരു ചോദ്യം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഏറ്റവും സിമ്പിളായിട്ട് ഊഹിക്കുകയാണെങ്കിൽ ഒരു സദ്യയോട് ഊഹിക്കാം. അതിന് ഒരു ഇലസദ്യയിൽ ചോറുണ്ട്, അവിയലുണ്ട്, പപ്പടമുണ്ട്, പായസമുണ്ട്, പിക്കിളുണ്ട്. ഇത് എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു സദ്യ സദ്യയാവുന്നത്. എന്നാൽ ഇതിലെല്ലാത്തിൻ്റെയും റോള് വേറെയാണ്. ഒരുപാട് പിക്കിളുണ്ട്, വളരെ കുറച്ച് ചോറേ ഉള്ളൂ എന്ന സാഹചര്യം ആ സദ്യ വളരെ മോശമായിരിക്കും, അല്ലേ? എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം. പല പല ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതായത് പല അസറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കമ്മോഡിറ്റീസ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് എന്ന ഒരു കമ്മോഡിറ്റിയാണ്, അതൊരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അസറ്റാണ്. അതുപോലെ നമ്മൾ ഷെയർസും മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് അതൊരു ടൈപ്പ് ഓഫ് അസറ്റാണ്. അതുപോലെ തന്നെയാണ് റിയൽ എസ്റ്റേറ്റ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഡെറ്റ് എന്ന് പറയുന്നത്, ഒരു പക്ഷേ ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആർ ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡെറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ്. അപ്പം ഇങ്ങനത്തെ പല ടൈപ്പ് ഓഫ് അസറ്റ് ക്ലാസ്സസ് ആദ്യമായിട്ടുണ്ട്. ഇവരെല്ലാവരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം വേറെയാണ്. നമ്മൾ ഈ സദ്യയുടെ കാര്യം പറയുന്ന പോലെ അവിയൽ പോലെ അല്ലല്ലോ പിക്കിളിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഗോൾഡിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ല സ്റ്റോക്ക് മാർക്കറ്റിനുള്ളത്. എന്നാൽ ഇവയെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ എല്ലാം ഉള്ളതിനെയാണ് നമ്മൾ ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതെ, ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതിലെ പല അസറ്റ് ക്ലാസ്സസ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാധനത്തിനെയാണ് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഒരു 10,000 രൂപ മാറ്റി വെക്കാനുണ്ടെങ്കിൽ ആ 10,000 രൂപ നമ്മൾ ഈ പറഞ്ഞ 3 or 5 ഡിഫറെന്റ് അസറ്റുകളിലേക്ക് കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തീരുമാനിക്കേണ്ടത് അതാണ്. ഞാൻ 10,000 രൂപയുണ്ടെങ്കിൽ അതിൽ 2,000 രൂപ ഞാൻ ഗോൾഡിലേക്ക് ഇടുന്നു, ഞാൻ 5,000 രൂപ ഷെയർ മാർക്കറ്റിൽ ഇടുന്നു, 3,000 രൂപ ഫ്യൂച്ചറിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലാനിങ്ങിനായിട്ട് മാറ്റിവെക്കും. ഇതൊരു തീരുമാനമാണ്, അതൊരു പ്ലാനിങ് ആണ്. അപ്പോൾ നമ്മുടെ എന്താണോ ലൈഫ് സ്റ്റൈൽ റിക്വയർമെന്റ് വരുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതനുസരിച്ച് വേണം നമ്മൾ തീരുമാനിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരു യങ് കപ്പിൾ ആണ്, അവർക്ക് ട്രാവൽ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റിലേക്ക് കുറെ പൈസ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അർത്ഥമില്ല, അല്ലേ? അതിന് പകരം ഒരു 3 വർഷം കൊണ്ട് കിട്ടുന്ന ഒരു ആർ ഡിയിലേക്കാണ് മാറ്റി വെക്കുന്നതെന്നുണ്ടെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു എമൗണ്ട് എടുത്ത് ട്രാവൽ ചെയ്യാം, അല്ലേ? അതേസമയം എന്റെ മോള് ഇപ്പൊ എനിക്ക് ഒരു വയസ്സുള്ള കുഞ്ഞുണ്ടായി, 28ാമത്തെ വയസ്സിൽ അവളുടെ കല്യാണം നടക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്ന് നന്നായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഒരു ഓപ്ഷനാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപ ഞാൻ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. 100% അവരുടെ റിക്വയർമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്തൊരു സയൻസ് ഉണ്ട്. അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇത് ചെയ്തു പോയാലേ ആ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ വളരുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ഉള്ള പൈസ മുഴുവൻ ഗോൾഡിലേക്ക് ഇട്ടു എന്ന് വെച്ചു, ഒരു പക്ഷേ അതൊരു റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് മൂവ് ആവണം എന്നില്ല. എന്നാൽ ഉള്ളത് മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇടുകയാണെങ്കിൽ അത് ഹൈ റിസ്ക് ഇതായി മാറും. കാരണം ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള സമയത്ത് പൈസ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് മനസ്സിലാക്കി ഓരോ അസറ്റിന്റെ റോള് മനസ്സിലാക്കി അതനുസരിച്ച് ഒരു പ്രൊപ്പോർഷനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നതിനാണ് ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കം പറയുന്നത് ഒരു അഡ്വൈസറോട് ചോദിച്ച് ചെയ്യുന്നതായിരിക്കും ഓരോ വ്യക്തിക്കും ഏറ്റവും മികച്ച കാര്യം. 2 രീതിയിൽ ചെയ്യാം. അതായത് നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അഭിരുചി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് പഠിക്കാൻ തയ്യാറാവണം. മറിച്ച് ഇതിനെക്കുറിച്ച്
കുറച്ച് ഫോക്കസ് ചെയ്ത് നടക്കുന്ന സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസേഴ്സ് ഉണ്ട്. അവർക്ക് നമ്മൾ ഇത് കാര്യത്തിൽ ഡയറക്ഷൻ സെറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും. അപ്പോൾ അവരുടെ ഉപദേശം സ്വീകരിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും. കൂട്ടത്തിൽ തന്നെ സാഹചര്യം മാറുന്നതനുസരിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്ത് പോകാനും നമുക്ക് പറ്റുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തുക എത്ര ചെറുതാണെങ്കിലും, അത് 1000 രൂപയാണെങ്കിലും 5000 രൂപയാണെങ്കിലും 10000 രൂപയാണെങ്കിലും, കൃത്യമായി എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അതിപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മയാണെങ്കിലും പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഏത് കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.